നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ നോക്കുമ്പോൾ എളുപ്പമുണ്ട്. കാരണം നിയമസഭ ആകെ 3 തെരഞ്ഞെടുപ്പ് അവിടെ നടന്നുള്ളൂ. 2011 അല്ലേ ആ മണ്ഡലം വന്നത്. 2011 വന്ന മണ്ഡലത്തിൽ ഒരിക്കൽ മാത്രമാണ് ഇപ്പോൾ പിണറായി അല്ലാത്ത ഒരാൾ മത്സരിച്ച് ജയിച്ചത്. CPM നേതാവ് തന്നെയാണ്. KK നാരായണൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ 2016 2021 പിണറായി വിജയനാണ് ജയിച്ചത്. പിണറായി വിജയന്റെ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം അദ്ദേഹം ഗണ്യമായി വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു എന്നതാണ് ഈ രണ്ട് തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. ഏറ്റവും ഇപ്പോൾ ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളെ കണക്ക് നോക്കിയാൽ 2016 തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ മത്സരിക്കുമ്പോൾ അവിടെ മൊത്തം വോട്ടർമാർ 1,84,431 83.3 ആയിരുന്നു പോളിംഗ് ശതമാനം. അതുകൊണ്ട് തന്നെ മൊത്തം പോൾ ചെയ്ത വോട്ടുകളിൽ നിന്ന് അന്ന് പിണറായി വിജയന് അല്ലെങ്കിൽ LDFന് 56.84% വോട്ട് നേടാൻ സാധിച്ചു. വിക്ടറി അന്നത്തെ മാർജിൻ 36,000 അല്ലെ, ഏതാണ്ട് 37,000-ഓളം 36,905 ആയിരുന്നു അദ്ദേഹത്തിന്റെ ലീഡ്. മമ്പറം ദിവാകരൻ എന്ന കോൺഗ്രസ് നേതാവായിരുന്നു അദ്ദേഹത്തിനെതിരായി മത്സരിച്ചത്. അദ്ദേഹം അന്ന് 50,000 വോട്ട് പിടിച്ചു, 50,424 വോട്ട് പിടിച്ചു. BJP വളരെ അത്രയേറെ ഒരു വലിയ ഷോ അന്ന് കാണിച്ചിട്ടില്ല. BJPയുടെ നേതാവായിട്ട് മോഹനൻ മാനന്തേരി എന്ന BJP നേതാവ് മത്സരിച്ചു. 12,763 വോട്ടേ പിടിച്ചുള്ളൂ. ഇതാണ് 2016 കണക്കെങ്കിൽ 2021 വരുമ്പോൾ ചിത്രം വല്ലാതെ മാറുന്നുണ്ട്. പക്ഷേ അത് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം പോളിംഗ് വോട്ടർമാരുടെ എണ്ണത്തിൽ 10,000-ഓളം 9,000 വോട്ടിന്റെ വർധനവുണ്ടായി. എന്നാൽ പോളിംഗ് ശതമാനം ഒന്ന് കുറയുകയാണ് ചെയ്തത്. പിണറായി വിജയൻ വളരെ വളരെ ഉഗ്രപ്രഭാവത്തോടെ മത്സരിച്ച ഏറ്റവും ഒടുവിലത്തെ 2021 തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പോളിംഗിൽ തന്നെ കുറവ് കാണിച്ചു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.